കൊല്ലം ചടയമംഗലത്ത് ജ്വല്ലറിയിൽ പെപ്പർ സ്പ്രേ തളിച്ച് മോഷണശ്രമം നടത്തിയ സംഭവത്തിൽ സുഹൃത്തുക്കളായ യുവതിയും യുവാവുമാണ് പോലീസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സുജിത്ത്, പാലോട് സ്വദേശി സ്നേഹ എന്നിവരാണ് അറസ്റ്റിലായത്. കടബാധ്യത തീർക്കാനാണ് ജ്വല്ലറി കവർച്ചയ്ക്കായി ഇരുവരും ഇറങ്ങിയത്. പട്ടാപ്പകൽ നടത്തിയ കവർച്ചാശ്രമത്തിലെ പ്രതികൾ ദേ ഇവരാണ്. നെടുമങ്ങാട് സ്വദേശി സുജിത്തും പാലോട് സ്വദേശിനി സ്നേഹയും. ദിവസങ്ങൾ നീണ്ട ആസൂത്രണം. പല കടകളും മോഷണത്തിനായി പരിശോധിച്ചു. അവസാനമാണ് ചടയമംഗലത്തെ ശ്രീലക്ഷ്മി ജ്വല്ലറി തിരഞ്ഞെടുക്കുന്നത്. മാല കൊണ്ട് വെച്ചിട്ടുണ്ട്, കട്ടിക്കുള്ള. എടുക്കട്ടെ മോനെ, നിന്റെ വീട് പണിയുടെ ടൈലൊക്കെ ഇട്ടോ മക്കളെ? മോളെ, നിനക്ക് ഇത്രയും വിദ്യാഭ്യാസം ഇല്ലേ മക്കളെ? നീ ഞങ്ങളെ ഇങ്ങനെ ചതിക്കണമായിരുന്നോ? എനിക്കും ഈ പ്രായത്തിലുള്ള ഒരു മോളുണ്ട്. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് തുച്ഛമായ വേതനത്തിന്. അന്ന് നിങ്ങൾ അടിച്ചിട്ട് സ്പ്രേ നിമിത്തം ഇന്നും ഞങ്ങൾ അതെന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. മക്കളെ, ഇത് ഇത്രയും വിദ്യാഭ്യാസം നോക്കില്ലേ മോളെ? നിങ്ങൾക്കിത് വേണമായിരുന്നോ? ഞങ്ങളെടുത്ത് ഇത് ചെയ്യണമായിരുന്നോ? നിങ്ങൾ എത്ര ദിവസം ഞങ്ങളെ വാച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്? മോളെ, മോഷണശ്രമത്തിന് ശേഷം പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ നമ്പർ പോലീസിന് ലഭിച്ചിരുന്നു. പ്രതികൾ സ്നേഹയുടെ വീട്ടിലേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും കിട്ടി. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സ്നേഹയെ വീട്ടിൽ നിന്ന് പിടികൂടുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സുജിത്താണ് സംഭവത്തിന്റെ സൂത്രധാരനെന്ന് വ്യക്തമായത്. ഇയാളെ നെടുമങ്ങാട്ടെ വീട്ടിൽ നിന്നും പിടികൂടി. ഇവരെ അറ്റംപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കേസ്. അതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റസമ്മതം ഈ പ്രകാരം ഈ സ്വർണം സ്ത്രീ എടുത്ത് കൈവശം വെച്ചിരുന്നു. അത് തിരിച്ചു കൊടുത്ത വിവരം പുരുഷൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ കേസിന്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ മേടിച്ച് പറയാൻ പറ്റത്തുള്ളൂ. സുജിത്തും സ്നേഹയും വളരെ കാലമായി സുഹൃത്തുക്കളാണ്. സ്നേഹയ്ക്ക് 6 ലക്ഷം രൂപയുടെയും സുജിത്തിന് 10 ലക്ഷം രൂപയുടെയും കടമുണ്ടായിരുന്നു. ഈ കടബാധ്യത തീർക്കാനാണ് പട്ടാപ്പകൽ കവർച്ചയ്ക്കിറങ്ങിയത്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തു തന്നെ ചടയമംഗലത്തെക്കുറിച്ച് സ്നേഹയ്ക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അതിനാലാണ് ചടയമംഗലം കവർച്ചയ്ക്കായി തിരഞ്ഞെടുത്തത്. സ്നേഹ ഇപ്പോഴും വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ 19-ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ സുജിത്തും സ്നേഹയും എത്തുന്നത്. പെപ്പർ സ്പ്രേ ജീവനക്കാരുടെ മേൽ തളിച്ച ശേഷം സ്വർണ്ണാഭരണങ്ങൾ കവരാനായിരുന്നു ശ്രമം. ചടയമംഗലം സ്റ്റേഷനിലെ സാറന്മാരടുത്ത് വളരെയധികം നന്ദി, കൃതജ്ഞത എല്ലാം ഉണ്ട്. എൻ്റെ നല്ലവരായ നാട്ടുകാരടുത്ത്, എൻ്റെ സാറന്മാരടുത്തും, ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി ഈ മാഡത്തിനടുത്തും ഞങ്ങൾ ചെന്ന് മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഞങ്ങളോട് സഹകരിച്ച സാറന്മാർക്കും എല്ലാവർക്കും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിച്ചതിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മോഷണശ്രമ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ റോഡിന്റെ പല ഭാഗങ്ങളിലായി ഉപേക്ഷിച്ചിരുന്നു. പെപ്പർ സ്പ്രേ വാങ്ങിയ കടയിൽ സുജിത്തിനെ എത്തിച്ച് തെളിവെടുത്തു. കടയുടമ ഇയാളെ തിരിച്ചറിയുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.